നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ സിപിഎമ്മിനുള്ളിൽ ആഭ്യന്തര കലഹം രൂക്ഷമാകുന്നു. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദനുമെതിരെ അതീവ ഗുരുതരമായ വിമർശനങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം മുൻ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും സാധാരണക്കാരോട് അകലം പാലിക്കുന്ന ശരീരഭാഷയുമാണെന്നാണ് നേതാക്കൾ തുറന്നടിച്ചത്. പിണറായി വിജയന്റെ ഓഫീസിനും മന്ത്രിമാർക്കുമെതിരെ യോഗത്തിൽ രൂക്ഷമായ ശകാരമാണ് ഉയർന്നത്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വ്യക്തിപരമായ ശൈലിയും അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ പ്രവർത്തന രീതിയുമാണ് യോഗത്തിൽ ഏറ്റവും ക്രൂരമായ വിചാരണ ചെയ്യപ്പെട്ടത്. സാധാരണക്കാരിൽ നിന്നും പാർട്ടി പ്രവർത്തകരിൽ നിന്നും മുൻ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും എത്രത്തോളം അകന്നുപോയി എന്ന് വ്യക്തമാക്കാൻ ബി.ജെ.പി. ഭരിക്കുന്ന ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഉദാഹരണമാണ് കമ്മിറ്റിയിൽ നേതാക്കൾ ചൂണ്ടിക്കാണിച്ചത്. മുഖ്യമന്ത്രിയുടെ ശരീരഭാഷ സാധാരണക്കാർക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ലെന്നും ജില്ലാ സെക്രട്ടേറിയറ്റിൽ കടുത്ത വിമർശനം ഉയർന്നു. പൊതുവേദികളിലും വഴിയിലും വെച്ച് ആളുകളോട് കയർക്കുന്ന രീതി തിരിച്ചടിയായി. ഒരു CPM പ്രവർത്തക സെൽഫി എടുത്തതുപോലും മുൻ മുഖ്യമന്ത്രി തടഞ്ഞത് പൊതുജനങ്ങൾക്കിടയിൽ പാർട്ടിയെക്കുറിച്ച് വളരെ മോശം സന്ദേശമാണ് നൽകിയെന്ന് നേതാക്കൾ തുറന്നടിച്ചു. വീട്ടിൽ പോയി പറയുന്നത് ചില അർത്ഥങ്ങളുണ്ടെന്നാണ് കമ്മിറ്റി വിലയിരുത്തിയത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെക്കാൾ ജനകീയമായി പെരുമാറുന്നത് യുപിയിലെ BJP മുഖ്യമന്ത്രിയാണെന്ന തരത്തിലുള്ള അതീവ ഗുരുതരമായ പരാമർശങ്ങളാണ് യോഗത്തിൽ ഉയർന്നത്. ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വലിയ പന്തലിട്ടാണ് സാധാരണക്കാരായ ജനങ്ങളെ നേരിട്ട് കണ്ട് പരാതികൾ സ്വീകരിക്കുന്നത്. എന്നാൽ ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സാധാരണക്കാരന് പോലും പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മുഷിഞ്ഞ ഷർട്ടിട്ട് വരുന്ന സാധാരണക്കാരോട് മാറി നിൽക്കാൻ പറയുന്ന തരത്തിലുള്ള കടുത്ത ബ്യൂറോക്രാറ്റിക് ശൈലിയാണ് CPM ഓഫീസിൽ ഉണ്ടായിരുന്നതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. പാർട്ടിയിൽ മറ്റെല്ലാ മുതിർന്ന നേതാക്കൾക്കും പ്രായപരിധി കർശനമാക്കി ബാധകമാക്കിയപ്പോൾ പിണറായി വിജയന് മാത്രം എന്തിനാണ് ഇളവ് നൽകിയെന്ന് യോഗത്തിൽ ചോദ്യമുയർന്നു. സംസ്ഥാന സമിതി അംഗങ്ങളെ പോലും പ്രായത്തിന്റെ പേരിൽ മത്സരരംഗത്ത് നിന്ന് ഒഴിവാക്കിയപ്പോൾ മുഖ്യമന്ത്രിക്ക് നൽകിയ പ്രത്യേകത എന്താണെന്ന് നേതാക്കൾ ചോദിച്ചു. ഇത്രയും വലിയ കനത്ത തോൽവിക്ക് ശേഷവും അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കാൻ ശ്രമിക്കുന്നത് ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്നും അതൃപ്തി ഉയർന്നു. എന്നാൽ പിണറായി അല്ലാതെ സീനിയറായി വേറെ ആരുണ്ടെന്നാണ് പാർട്ടി സെക്രട്ടറി M.V. ഗോവിന്ദൻ ഇതിന് നൽകിയ വിശദീകരണം. മുഖ്യമന്ത്രിക്ക് പുറമെ കഴിഞ്ഞ മന്ത്രിസഭയിലെ പ്രമുഖ മന്ത്രിമാർക്കെതിരെയും കടുത്ത അതൃപ്തിയാണ് യോഗത്തിൽ രേഖപ്പെടുത്തിയത്. മുൻ മന്ത്രിയായ MP രാജേഷും വീണ ജോർജും പൂർണ്ണ പരാജയമായിരുന്നുവെന്ന് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. ലൈഫ് പദ്ധതി പാതിവഴിയിലാക്കിയതും മണ്ഡല പുനർനിർണയത്തിലെ പാളിച്ചകളും തദ്ദേശ തലത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കി. പത്തനംതിട്ട ടൗണിൽ കാണാമെന്ന് മന്ത്രി വീണ ജോർജിന്റെ മുൻകാല വെല്ലുവിളി ജനങ്ങളോടായിരുന്നുവെന്നും തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയത് അതിനുള്ള കൃത്യമായ മറുപടിയാണെന്നും നേതാക്കൾ തുറന്നടിച്ചു. സംഘടനാബോധം ഇല്ലാത്തവരെ മന്ത്രിയാക്കരുതെന്നും ആവശ്യമുയർന്നു. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പാർട്ടി നേതൃത്വത്തിന് നേരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് കടുത്ത വിമർശനങ്ങൾ ഉയരുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിന് പകരം തികച്ചും വ്യത്യസ്തമായ ഒരു ശൈലിയാണ് സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ പ്രതികരിച്ചത്. പൊതുവേദികളിലും മാധ്യമങ്ങൾക്ക് മുന്നിലും നേതാക്കൾ പുലർത്തുന്ന ശരീരഭാഷ ജനങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് വ്യക്തമാക്കാൻ അദ്ദേഹത്തിന് സ്വന്തം കുടുംബത്തിൽ നിന്നുണ്ടായ ഒരു അനുഭവം തന്നെ യോഗത്തിൽ തുറന്നു പറയേണ്ടി വന്നു. പത്രസമ്മേളനത്തിൽ പാർട്ടി സെക്രട്ടറി കാട്ടുന്ന ശരീരഭാഷയും പെരുമാറ്റ ശൈലിയും ശരിയല്ലെന്ന് സ്വന്തം കുടുംബത്തിൽ തന്നെ തനിക്ക് വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് M.V. ഗോവിന്ദൻ യോഗത്തിൽ സമ്മതിച്ചു. വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്ന അദ്ദേഹത്തിന്റെ ശൈലി കണ്ട തന്റെ മകൻ ഒരിക്കലെങ്കിലും കണ്ണാടിയിൽ നോക്കാറുണ്ടോ എന്ന് തന്നോട് നേരിട്ട് ചോദിച്ചതായി ഗോവിന്ദൻ വെളിപ്പെടുത്തി. താൻ പങ്കെടുത്ത പത്രസമ്മേളനങ്ങൾ വീണ്ടും എടുത്ത് കണ്ടു നോക്കണമെന്നും അതിലെ ശരീരഭാഷ തിരുത്തണമെന്നും മകൻ തന്നോട് ആവശ്യപ്പെട്ടതായി അദ്ദേഹം യോഗത്തിൽ തുറന്നു പറഞ്ഞു. ഈ ആഭ്യന്തര വിമർശനം ഉൾക്കൊണ്ടുകൊണ്ട് മാധ്യമങ്ങളോടുള്ള തന്റെ സമീപനത്തിൽ മാറ്റം വരുത്താൻ താൻ തയ്യാറാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വാർത്താ സമ്മേളനങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നേരെ തിരികെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ശൈലി താൻ ഇതിനോടകം തന്നെ നിർത്തിയതായി ഗോവിന്ദൻ പറഞ്ഞു. വരും ദിവസങ്ങളിൽ ജനങ്ങളിലേക്കും മാധ്യമങ്ങളിലേക്കും എത്തുമ്പോൾ കൂടുതൽ പക്വതയോടെയും ശാന്തതയോടെയും മാത്രമേ താൻ പെരുമാറുകയുള്ളൂ എന്നും അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റിന് ഉറപ്പു നൽകി. അതേസമയം തന്റെ ശൈലിയിൽ ആത്മവിമർശനം നടത്തിയെങ്കിലും ഭാര്യ P.K. ശ്യാമളയെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിമർശനങ്ങളെ അദ്ദേഹം ശക്തമായി തന്നെ പ്രതിരോധിച്ചു. കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് സീറ്റ് നൽകിയതിനെ ചോദ്യം ചെയ്തവർക്ക് മറുപടിയായി ആണധികാരം പ്രയോഗിക്കാതിരിക്കാനാണ് ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന വിചിത്രമായ വാദമാണ് ഗോവിന്ദൻ ഉയർത്തിയത്. ഈ സ്ഥാനാർത്ഥിത്വത്തെ വിമർശിക്കുന്നവർ യഥാർത്ഥത്തിൽ ആണധികാരത്തിന്റെ വക്താക്കളാണെന്നും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ വിമർശനങ്ങൾക്കുള്ള മറുപടിയായി അദ്ദേഹം തിരിച്ചടിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കടുത്ത ശൈലിക്കെതിരെ യോഗത്തിൽ വലിയ തോതിൽ വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ പാർട്ടി സെക്രട്ടറി തന്നെ ഇത്തരമൊരു പരസ്യമായ ആത്മവിമർശനത്തിന് തയ്യാറായത് CPM വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്ന ഈ അതിരൂക്ഷമായ വിമർശനങ്ങൾ വരും ദിവസങ്ങളിൽ സംസ്ഥാന സ്ഥിതിയിലും മറ്റു ജില്ലാ കമ്മിറ്റികളിലും കനത്ത പുകച്ചിലിന് കാരണമായേക്കുമെന്ന് ഉറപ്പാണ്. പിണറായി വിജയന്റെ ഏകപക്ഷീയമായ ശൈലിക്കെതിരെ പാർട്ടി താഴെത്തട്ടിൽ നിന്ന് തന്നെ വലിയ പടയൊരുക്കമാണ് ആരംഭിച്ചിരിക്കുന്നത്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ പാർട്ടി നേതൃത്വത്തിൽ വലിയ അഴിച്ചുപണികൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം.